പ്രേക്ഷകർക്കും ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് കോമഡി മാസ്റ്റേഴ്സിന്റെ മറ്റൊരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഒരുപാട് സന്തോഷത്തോടെ ഞാൻ എന്റെ എപ്പിസോഡ് ആരംഭിക്കാൻ പോവുകയാണ്. എന്നെ മാത്രമല്ല, നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനെയും കൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം നാദിക, പക്രു ചേട്ടൻ ആൻഡ് ബാലചേട്ടൻ. അതെ മാസ്റ്റേഴ്സ്, നിങ്ങൾ ടണലിൽ വെച്ച് എന്താണ് ബാലചേട്ടനോട് പറഞ്ഞത്? വരുമ്പോ ഭയങ്കര സീരിയസ് ആയിട്ടാണല്ലോ വന്നത്. ഞാൻ ഈ പരിപാടിക്ക് വേണ്ടി കോട്ടൊക്കെ മേടിച്ച് വാങ്ങിയായിട്ട് വന്നപ്പോ ഉഗ്രമായിട്ട് നിങ്ങളൊക്കെ ഭയങ്കര ഡ്രസ്സിലാണ് നിൽക്കുന്നത്. ഇപ്പൊ ഞാൻ തോറ്റുപോയി. ഡോൺ സ്റ്റൈലിലാണ് വന്നത് അല്ലേ? അല്ല, അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോ അങ്ങനെ തോന്നിയില്ലേ? ഒരു മുതലാളിയൊക്കെ വരുന്നല്ലോ. ഇത് സംഭവം വിലക്ക് മേടിക്കാൻ വന്നൊരു മുതലാളിയുടെ ലുക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര അടിപൊളി ലുക്ക് തന്നെ, ഒരു പ്രശ്നമില്ല. നല്ലതാ, സൂപ്പർ ആയിരിക്കുന്നു. നല്ല കോസ്റ്റ്യൂം കൊള്ളാം. പക്ഷെ നമ്മൾ ഇങ്ങനെ എപ്പോഴും വെറൈറ്റി ആണ് എപ്പോഴും നമ്മൾ നോക്കുന്നത്. എല്ലാരും ഒരേപോലെ ആയിക്കഴിഞ്ഞാൽ അതിന് രസം ഉണ്ടാവില്ലല്ലോ. നിങ്ങള് രണ്ടുപേരെയും വെച്ചിട്ടേ ഒരു ഡ്യൂറ്റ് സോങ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? നല്ലായിരിക്കും, കാരണം നല്ല കോസ്റ്റ്യൂമാ. കറക്റ്റ് ഒരു റൊമാൻറ്റിക് ഐഡിയ എനിക്ക് മനസ്സിലാവും. കാണണത് പോലെയല്ല കേട്ടോ, ശരിക്കും വില്ലനാണ്. ഇതിന്റെ എൻഡ് സാധാരണ വൈൻഡ് ചെയ്യുമ്പോൾ ഞാൻ പറയില്ല മാസ്റ്റേഴ്സ് ബൈ ഇങ്ങനെയല്ലേ പറയുന്നത്. ഇത്തവണ എൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ ഡാൻസ്. ഓക്കെ അപ്പൊ ഇപ്പൊ നമുക്ക് ടാസ്കിലേക്ക് പോവാം. നിങ്ങളുടെ ലൈഫിലെ എപ്പോഴെങ്കിലും ലക്ക് ഫേവർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ലക്കിന്റെ ഇമ്പോർട്ടൻസ് അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ട്? ഇല്ലെങ്കിൽ നമ്മൾ ഇന്ന് അവിടെ ടെസ്റ്റ് ചെയ്യാൻ പോകണം. ഇന്ന് നമ്മുടെ ലക്കിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. എന്റെ ലൈഫിൽ ഉണ്ടാക്കുന്നത് ഞാൻ ലോറിയുടെ അടിയിൽ പോയിട്ടുണ്ട്, എന്നിട്ട് അതിന്റെ അടിയിൽ പോകുന്നു. ദൈവമേ, അതിന് വലിയ ഭാഗ്യം വേറെ ഒന്നും കിട്ടാനില്ല. അത് ലോറിയുടെ അടിയിൽ അത് ഒരു 5ാം ക്ലാസ് പഠിക്കുമ്പോഴാണ്. 5ാം ക്ലാസ് പഠിക്കുമ്പോൾ എന്റെ ഫാദറിന്റെ കൂടെ സൈക്കിളിന്റെ ബാക്കിൽ ഇരിക്കുകയാണ്. ഫാദർ സൈക്കിൾ, ഒരു സ്കൂട്ടർ ഒന്നുമില്ല, സൈക്കിളാണ്. സൈക്കിളിന്റെ ബാക്കിൽ ഞാനിങ്ങനെ പിടിച്ചിരിക്കുന്നു, എന്നെ കൊണ്ട് സ്കൂളിൽ പോകുന്നു. ഈ റോഡ് പണി നടക്കുന്ന വണ്ടിയൊക്കെ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ചരൽ കിടപ്പുണ്ടാവില്ല മണൽ. അപ്പോൾ ഫാദർ ഇങ്ങനെ സൈക്കിൾ ഇങ്ങനെ ബാലൻസ് ചെയ്ത് ഇപ്പുറത്ത് കാണിയാണ്, അതിൽ വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്ത് പോയപ്പോഴേക്കും പെട്ടെന്ന് സ്കിഡ് ചെയ്ത് ഫ്രണ്ട് പോർഷൻ പോയിരുന്നു. വണ്ടിയുടെ നടുവിലേക്ക് ഉള്ള ഞാൻ വീണ് ഞാനിങ്ങനെ പിടിച്ച് ഫാദർ ഒറ്റ അലർച്ചയിൽ ഇയാൾ ബ്രേക്ക് ചെയ്ത് കറക്റ്റ് എൻ്റെ അടുത്ത് നോക്കാൻ പറഞ്ഞ കണ്ണൂർ നോക്കിയപ്പോൾ തൊട്ടടുത്ത് ഇങ്ങനെ ടയർ ഇരിപ്പുണ്ട്. അതിൽ നിന്ന് രക്ഷപ്പെട്ടാണ്. അപ്പോൾ പിന്നെ മനസ്സിൽ വിചാരിക്കേണ്ടാവും അത് അയാൾക്ക് ബ്രേക്ക് ചെയ്യാവട്ടാതിരിക്കാൻ. ഒരിക്കലും വിചാരിക്കില്ല. ഇന്ന് നമ്മുടെ 4 പേരിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ഭാഗ്യം ഉള്ളതെന്നുള്ളത് നമുക്ക് നോക്കാം. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കാണ് ഏറ്റവും കൂടുതൽ ലക്ക് ഉണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ടാസ്ക് എങ്ങനെയാണെന്ന് അറിയാം, കുറച്ച് പ്രോപ്പർട്ടീസ് വരാനുണ്ട്. ആ പ്രോപ്പർട്ടീസ് വന്നതിന് ശേഷം ഞാനത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, റെഡി? ഓക്കെ. അപ്പൊ കോമഡി മാസ്റ്റേഴ്സിന്റെ ടാസ്ക് ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. നിങ്ങൾ ഈ ടേബിളിൽ കാണുന്ന പ്രോപ്പർട്ടീസ് എല്ലാം റെഡിയാണ്. ആദ്യം ഒരു കാര്യം പറയട്ടെ, ഇക്ക ചാമ്പ്യൻസ് ഓഫ് ചാമ്പ്യൻ ആണ്, അതുകൊണ്ട് നോക്കി ഒബ്സർവ് ചെയ്യരുത്. ഇപ്പം ഒരു കാര്യം പറയട്ടെ, ആരാണ് മുമ്പ് നിൽക്കുന്നതെന്ന് കൂടെ അറിയണം. അൺഡിഫീറ്റഡ് ലെജൻഡ് ആണ് നിൽക്കുന്നത്. ഇപ്പൊ കാണാം. ഇവിടെ ഇപ്പൊ കുറെ സാധനങ്ങളുണ്ട്. സോഡയുണ്ട്, മറ്റേ കിളിക്കുന്ന സാധനമുണ്ട്. ഇതിന്റെ ഉള്ളിൽ എന്താന്ന് എനിക്കറിയില്ല. ടോർച്ച് ഉണ്ട്, പഴമുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല്, ഇക്ക ഇത് ചൂണ്ടിക്കാണിച്ചാൽ മതി, തൊട്ട് നോക്കരുത്. ചൂണ്ടിക്കാണിച്ചിട്ട് ഇക്കയ്ക്ക് 5 ഐറ്റത്തിൽ നിന്ന് ഓരോന്ന് സെലക്ട് ചെയ്യാം. എന്ന് പറയുന്നത് എല്ലാവർക്കും സെലക്ട് ചെയ്യാം. പക്ഷെ ഇതിൽ ആർക്കാണ് ഇതിൽ ഉപയോഗപ്പെടുന്ന സാധനം ഉണ്ട് ഉള്ളത്. അതായത് ഇപ്പൊ സോഡ എടുക്കാന്ന് വിചാരിക്കാം. ഇതിൽ സോഡയിൽ ഒരെണ്ണം നല്ല സോഡയായിരിക്കും, അത് നമ്മൾ അപ്പൊ ഗ്യാസ് ഉള്ളതായിരിക്കും. അപ്പൊ ഇപ്പൊ നിങ്ങക്ക് നോക്കി പറയാനേ പറ്റുള്ളൂ ഇതിൽ ഏത് വേണം എന്നുള്ളത്. തൊട്ട് നോക്കാനോ കുലുക്കി നോക്കാനോ ഒന്നും ഇപ്പൊ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞു തരുന്നേ? അപ്പൊ 3 പേർക്കും ഓരോ ബോട്ടിൽ എടുക്കാം. എടുത്ത് പിടിക്കുക. ഞാൻ ഇങ്ങേറ്റത്ത് എല്ലാം എടുക്കണം അല്ലേ? ഇനി ഇങ്ങനെ പിടിക്കാം. ഇനി ഇതില് ആർക്കാണ് ഗ്യാസ് ഉള്ള സോഡ കിട്ടിയിരിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ട് കുലുക്കിയിട്ട് ബോട്ടിൽ ഓപ്പണർ വെച്ച് തുറന്നു നോക്കാം. എനിക്ക് വേണ്ടി എലീന ചെയ്യാം. പകർച്ചേട്ടന് വേണ്ടി ഞാൻ ചെയ്യുകയാണ്. ഇങ്ങനെയോ? കണ്ടോ, ഇപ്പൊ മനസ്സിലായി. പയ്യെ പോക്കണം. വെള്ളം എന്നെ പോലെ തന്നെ ചിറ്റിപ്പോയിരിക്കുകയാണ് ഗൈസ്. ഇതില്ല. ഓക്കെ, അടുത്തത് ഇക്കയില് നോക്കാം. ചാമ്പ്യൻ ഓഫ് ചാമ്പ്യൻ ജയിക്കുമോ അതോ ലെജൻഡ് ജയിക്കുമോ എന്നുള്ളത് നമുക്കിപ്പോ അറിയാം. പക്ഷെ വെയിറ്റ്, പക്ഷെ നോക്കാം എങ്ങനെ ഇനി ഒരു ലക്ക് ഫേവർ ചെയ്താലോ. ഇല്ല. സോ ആദ്യത്തേല് നമ്മുടെ ഇക്ക ജയിച്ചിരിക്കുകയാണ്. ഇക്കയ്ക്കാണ് സോഡ കറക്റ്റ് ആയിട്ട് ഗ്യാസ് ഉള്ള സോഡ കിട്ടിയത്. എത്ര എക്സ്പീരിയൻസ് കഴിഞ്ഞാണ് കിളിക്കുന്നതിൽ ഇത്. ഓക്കെ, ഞാനത് മാറ്റി വെച്ചിരിക്കുകയാണ്. വന്നേ,
എന്റെ മുന്നുസുവാ മോനത്തിന് ഏത് കിളിക്കുന്ന വേണ്ടേ ഇങ്ങേറ്റത്തത് ഇത് ഓ. എല്ലാം ഏറ്റവും അറ്റത്തെ ആയിക്കോട്ടെ, കിട്ടുന്നത് മതിയല്ലോ. ഓക്കെ ബാക്കിയുള്ളത് ഞാൻ സ്വീകരിച്ചു. സ്വീകരിച്ചു. ഇത്തവണ ലക്കാറുടെ കൂടെ നോക്കാം. ഇല്ല ഇല്ല. ഇനി 2 എണ്ണം ഉണ്ട്. ഓക്കെ ഓക്കെ ടൺ ടൺ ടൺ. ഇതിലേതിന്ന് ഒച്ച കേൾക്കുന്നേ? Which means ബാലചേട്ടൻ. ഗുഡ് ഗുഡ് ഗുഡ്. അടിപൊളി. ഇപ്പൊ സംഭവം പിടികിട്ടില്ല എന്താന്നുള്ളത്. ഞാൻ 1:1 എന്നുള്ള രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. ചേട്ടാ മൂന്നാമത് നമ്മുടെ കയ്യിലല്ലേ? ഇനി 3 ടോർച്ച് ഉണ്ട്. 3 ടോർച്ച് ഉണ്ട്. 3 ടോർച്ച് ആർക്ക് വേണേലും എടുക്കാം, ആർക്ക് വേണേലും എടുക്കാം. 3 ടോർച്ച്. ഇന്നാണ് യു ഹാവ് ടു സെലക്ട് വൺ. ഒരെണ്ണം എടുക്കാനേ പാടുള്ളൂ. ഒന്നും ചെയ്ത് നോക്കരുത്. എടുത്ത് കയ്യിൽ പിടിക്കുക, അല്ലെങ്കിൽ തൊട്ട് കാണിക്കുക. ആ വിട്ടോ. ഓക്കെ, 3 എണ്ണം ബാലചേട്ടൻ മാറ്റി വെച്ചിരിക്കുകയാണ്. 2 എണ്ണം, 2 ടോർച്ചുകൾ. ഓക്കെ, അടുത്തത് ഞാൻ. ഒരെണ്ണേ ഉള്ളൂ ഇനി എടുക്കാൻ. അത് തന്നെ തെളിച്ചു നോക്ക്. അതെനിക്കിപ്പോ കത്തിക്കില്ല. പിടിച്ചോ. അതവന്റെ കത്തും. ഇനി 2 പേരും ക്യാമറയിലേക്ക് നീട്ടി പിടിക്കുക. 1 2 3 എന്ന് പറയുമ്പോൾ ഓൺ ചെയ്ത് നോക്കുക. 1 2 3 ക്യാമറയിലേക്ക് കാണിച്ചോ. എവിടെ കത്തി? ഇക്കയാണ് ഇത്തവണ കറക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. 2 എണ്ണം കറക്റ്റ് ആക്കിയിട്ടുണ്ട്. ഞാൻ ഫസ്റ്റ് എടുത്തോളാൻ പറഞ്ഞല്ലോ. പക്ഷേ ലക്ക് ഇതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. ആ പഴത്തിൽ ഒറിജിനൽ പഴമാണോ അതിന് നോക്കാൻ പോണത്? അതെനിക്ക് എന്താന്ന് അറിയില്ല. ഒന്ന് നോക്കാം. 3 പഴമുണ്ടേ. പക്രുചേട്ടൻ ആദ്യം പറഞ്ഞോ. ഓ യു വാണ്ട് ടു ഗോ ഫസ്റ്റ്? പാവം, ഹി ലെറ്റ് ഹിം ഗോ. ഇങ്ങേറ്റം നിൽക്കുന്നത് ഇത് അറ്റത്തുള്ളത്. ഓക്കെ. ആ ശരി. നടുക്കുള്ളത്. 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 ഇനി എന്തെയാണെന്ന് ബാക്കി ഉള്ളതാണ്. പൊളിച്ചു നോക്കാം. അല്ല അവന്റെയാണ്. ഞാൻ കൊടുക്കുവാ. ഇല്ല കൊടുക്കുവാ. അജയുടെ അല്ല, സോറി, ബാലക്ക് കിട്ടിയായിരിക്കുള്ളൂ. അല്ലല്ല, ഉറപ്പ്. നോക്കാം. പൊളിച്ചു നോക്കാം. പൊളിച്ചു നോക്കിയോ. അതെന്താന്ന് പൊളിച്ചു നോക്കാം. എടുക്കുമ്പോ തന്നെ അറിഞ്ഞൂടെ ഡമ്മിയാന്ന്? അത് പ്രേക്ഷകർക്ക് അറിയില്ലല്ലോ. പൊളിച്ചു നോക്കിയേ. ഡമ്മിയാണ് ചെയ്തേ. ഓ, ഞാനാ ജയിച്ചേ. അത് ശരി. ഇപ്പൊ ഇതിനൊന്നും പറ്റാതെ ഇത് അകത്തുനിന്ന് എടുത്ത ആൾക്കൊരു അവാർഡ് കൊടുക്കണം. കറക്റ്റ്. എന്നിട്ട് നോക്കിയേ. കൊള്ളാം. അപ്പം വീണ്ടും മത്സരം ടൈറ്റ് ആയിരിക്കാണ്. കാരണം 2:2 എന്നുള്ള രീതിയിലാണ് മത്സരം പോകുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്നത്തെ ടാസ്കിലെ അവസാനത്തെ ബമ്പർ ലക്ക് അഥവാ ഭാഗ്യം ആർക്കാന്നുള്ളതാണ്. അടച്ചു വെച്ചിരിക്കുന്ന 3 ചെറിയ ഗിഫ്റ്റ് ബോക്സുകളുണ്ട്. ഈ 3 ഗിഫ്റ്റ് ബോക്സിൽ ആർക്കാണ് ആ സമ്മാനം? ഒരെണ്ണത്തിൽ ഡെഫിനറ്റ്ലി ഒരു സമ്മാനം ഉണ്ട്. ഒരെണ്ണത്തിൽ ഡെഫിനറ്റ്ലി സമ്മാനം ഉണ്ട്. ബാക്കി 2 മിസ് ഖാലി. ഇത് ഞാൻ ബാലയ്ക്ക് വേണ്ടിട്ട് സെലക്ട് ചെയ്തു. ശരി, ഓക്കെ. അപ്പൊ which one are you selecting? This one? ഇനി നാഷികയും സെലക്ട് ചെയ്തു. എന്നിട്ട് ബാലൻസ് മതി. ഒരു മിനിറ്റ്. ഡോണ്ട് ഓപ്പൺ ഇറ്റ്. ഓക്കെ, ഇങ്ങനെ വെച്ചാൽ മതിയേ. ഇത് ഇക്ക സെലക്ട് അല്ല ഇക്ക ഇത് എടുത്തായിരുന്നു. ഇല്ല, അത് പറ്റില്ല. നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടില്ല. ബാലയ്ക്ക് വേണ്ടി സെലക്ട്. ബാല അതിന് കുറെ നേരം ഇങ്ങനെ കാണിച്ചു. അവിടെ വെച്ചോ. ഇത് ഞാൻ സെലക്ട് ചെയ്തു. ചേട്ടാ പണിയാണോ? ഓഫ് കോഴ്സ് യെസ്. കൊണ്ടോ. ഇക്കല്ലേ അത് തുറന്നു വെച്ചത്, എടുത്തു വെച്ചത്. അപ്പൊ പിന്നെ പണിയാണോ? എനിക്ക് തുറക്കില്ല. തുറക്കരുത്. എല്ലാരും കയ്യിൽ പിടിച്ചോ. പക്രുചേട്ടനും തുടങ്ങാം. പക്രുചേട്ടാ. ഒന്നുമില്ല. സാരമില്ല മോനെ. കണ്ടാ കറക്റ്റ് ആയിട്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ. എന്തൊരു വിഷമമുണ്ടോ? ഇത് തുറക്കാൻ പറ്റുന്നു. ഇതിനകത്ത് ചെയിനുണ്ട്. ചെയിനോ? അത് നമുക്കിനി പൊളിപ്പിക്കാം. അവരെ കണ്ടില്ല, ഇത് ഫുൾ സ്റ്റിക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആൾക്കാരോട് പറയാം ആകട്ടെ. ഞാനത് തുറന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷെ ഒന്നുമില്ല. ഓക്കെ, സോ ഇന്നത്തെ ഭാഗ്യം എന്ന് പറയുന്നത് ആർക്കാണ് ലഭിച്ചിരിക്കുന്നത്? Today's your day. നാദകുമാരൻ. ബാക്കി 2 പേർക്കും ഒരു സന്തോഷം. ഇദ്ദേഹത്തിനടുത്ത് തോക്കുന്നതാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം. തുടക്കത്തിൽ അങ്ങനെയൊന്നും തോക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല. നമ്മൾ അങ്ങനെ പറയും. നമ്മുടെ 2 പേരും മനഃപൂർവ്വമല്ല. സൂപ്പർ. അപ്പൊ എന്തായാലും ഇറ്റ് വാസ് എ ഫൺ ഗെയിം. ഈ പറഞ്ഞ പോലെ ലക്ക് എന്നുള്ള ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ തന്നെയായിരിക്കും ചിലപ്പോൾ നടക്കാല്ലേ. ബിക്കോസ് ആദ്യം 2 പേരും ഒരേപോലെ 2:2 എന്നുള്ള രീതിയിൽ പോയി. പക്ഷെ ലാസ്റ്റ് ബമ്പർ ലഭിച്ചിരിക്കുന്നത് നമ്മുടെ നദുക്കാണ്. കാണാൻ പറ്റും. അതാണ് എന്റെ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്ട്രാ കണ്ണാടി ഇവിടെയല്ല, ഇവിടെയാണെന്ന് എനിക്കിപ്പോ മനസ്സിലായി. സൂപ്പർ. അപ്പൊ എന്തായാലും നമുക്കേ ഇനി ഒരു ചെറിയ ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ബാക്കി പരിപാടിയിലേക്ക് പോയാലോ? അപ്പൊ എന്തായാലും ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സിൽ ഇനി ചെറിയൊരു ബ്രേക്കിന് പോവാണ്. ബ്രേക്കിന് ശേഷം തിരിച്ചു വരുന്നു ബാക്കി രസകരമായ മൊമെന്റ്സ്. വെൽക്കം ബാക്ക് ടു ക്യൂട്ടി ദ ബ്യൂട്ടീസ് ഓഫ് കോമഡി മാസ്റ്റേഴ്സ്. വേറെ മ്യൂസിക് കയറി വന്നിട്ടുണ്ടല്ലേ ഇതിന്റെ ഇടയ്ക്ക്?
അല്ല ചേട്ടാ, ഞാൻ ടെക്നിക്കൽ എറർ പറഞ്ഞ മ്യൂസിക് കയറി വന്നായിരുന്നു ഇതിന്റെ ഇടയ്ക്ക്. ചേട്ടൻ പറഞ്ഞു ഷൂട്ട് ചെയ്യുക. ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടി വന്നു. എന്നാ കാര്യം? അതെ, ഒരു ശില്പിയും ഭാര്യയും വന്ന് പുറത്തു നിൽപ്പുണ്ട്. അതിപ്പോഴാണോ വന്ന് പറഞ്ഞത്? മേക്കപ്പ് റൂമിൽ പിന്നെ വന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? അതല്ലെന്ന്, അവർക്ക് ഇങ്ങോട്ട് വരണമെന്ന്, ഇവിടെ സെലിബ്രിറ്റീസിനെ ആരാണ്ട് കാണണമെന്ന്. ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റത്തില്ല ചേട്ടാ. ഞാനത് പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു നമുക്ക് അടുത്ത എന്തോ സ്കിറ്റിന് വേണ്ടിട്ട്. ഓ അങ്ങനത്തെ സ്കിറ്റ് ഒന്നുമല്ല ഇത്, അവര് വേറെ നിങ്ങളോട് എന്തോ കാര്യം സംസാരിക്കണം. ഞാൻ എത്ര പറഞ്ഞിട്ട് കേൾക്കണല്ല. അല്ല ഇത് കഴിഞ്ഞിട്ട് പുറത്ത് നിന്ന് കേട്ടാ പോലെ. അല്ല എന്താന്ന് ചോദിച്ചറിയാലോ, വന്നതല്ലേ ഇനി. വിളിക്കട്ടെ? വിളിച്ചോ. അതെ, ഇങ്ങോട്ട് കയറി വാ. അതെ, ഇത് വീടല്ല, ഫ്ലോറാണിത്. ഞങ്ങൾക്ക് ഈ വെട്ടം വിളിച്ചൊക്കെ കണ്ടപ്പം വീടാണെന്ന് തോന്നിയ. നമസ്കാരം. നമസ്കാരം. രാജശില്പിയാണോ? രാജശില്പി. ലാലേട്ടന്റെ ഒരു തോളൊക്കെ വരവ് കണ്ടപ്പോ അത് അദ്ദേഹത്തിന്റെ ആ സിനിമ കണ്ടതിന് ശേഷം ഞാനിപ്പോ അങ്ങനെയാണ്. ഞാനൊരു ശില്പി ആയതുകൊണ്ട് ഞാനത് ഫോളോ ചെയ്യുന്നതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. നിങ്ങളെ 3 പേരെ ഞാൻ എപ്പോഴും നിങ്ങളുടെ സിനിമകളൊക്കെ കാണാറുണ്ട്, വളരെ സന്തോഷമുണ്ട്. പിന്നെ എനിക്കിപ്പം പക്രുവിനോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊരു ചെറിയ വിഷമമുണ്ട്, ഞാനത് പറയട്ടെ. പറഞ്ഞു. ഇടയ്ക്കൊരു മെഴുകു പ്രതിമ ചെയ്യിച്ചായിരുന്നില്ലേ? ചേച്ചിയല്ല, പുള്ളി ചെയ്തതാ. എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും എൻ്റെ ഭാര്യയും ഞാനത് വളരെ തുച്ഛമായ റേറ്റിന് ചെയ്തു തരുമായിരുന്നല്ലോ. പിന്നെ ഞാൻ റേറ്റ് കൊടുത്ത് ചെയ്യിപ്പിച്ചതല്ല, പുള്ളി റേറ്റ് കാശുണ്ടാക്കി പുള്ളി തന്നെ ചെയ്തതാ. എന്തോ ആയിക്കോട്ടെ, പക്ഷേ എന്നോട് അനുവാദം ചോദിച്ചു, ഒന്ന് വന്ന് നിൽക്കാമോ, അതുപോലെ അളവെടുത്താൽ മതി എന്ന്. പിന്നെ കുറച്ച് മെഴുക് മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനങ്ങ് സമ്മതിച്ചതാ. കുറച്ച് മെഴുകു മതി. അതെ. പക്ഷെ എന്നാലും ഞാൻ തുച്ഛമായ റേറ്റിന് ഞാൻ ചെയ്തു തന്നേനെ. പക്ഷെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ചെയ്തു തന്നു. നിങ്ങൾക്കാർക്കെങ്കിലും എന്തെങ്കിലും പ്രതിമ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ. അല്ല എനിക്ക് പ്രതിമ വേണ്ട. അല്ല, വെറൈറ്റി ഒരുപാട് ഐറ്റംസ് ഉണ്ട്, ഞാൻ വഴിയേ പറഞ്ഞുതരാം. ഓക്കെ. ശില്പത്തി കൊത്തുവോ? ശില്പത്തി കൊത്തുവോ? ശില്പത്തി കൊത്തുവോന്ന് അറിയത്തില്ല, മരം കൊത്തി കൊത്തുന്നത് ഞാൻ പലതവണ കണ്ടിട്ടുണ്ട്. അതല്ല, ഈ ശില്പത്തി കൊത്തുവോന്ന്. ശില്പത്തിയാ ഇത്? ശില്പത്തിയാ? എന്നെ എന്ത് അനാവശ്യമാണോ താൻ പറയുന്നത്? ഇതെന്റെ ഭാര്യയാണ്. അല്ല, ശില്പിയുടെ ഭാര്യയുടെ ശില്പത്തി എന്നല്ലാണ്ട് പിന്നെ ശില്പ ഷെട്ടി എന്ന് വിളിക്കാൻ പറ്റുമോ? ഷട്ടി കട്ട് ചെയ്തിട്ട് ശില്പ എന്ന് വിളിച്ചാൽ മതി. ഇവളെന്റെ ഭാര്യ, അവിടെ പേര് ശില്പ. ശില്പ കൊത്തുമോ? അതാണ് എന്റെ ചോദ്യം. ശില്പ കൊത്തുപോന്നു. ഇവളെ കോളേജ് ജംഗ്ഷനിലോട്ടൊന്ന് കൊണ്ട് നിർത്തണം. എന്തോ കൊത്തുന്നറിയോ? വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് കൊത്തി ഒരു പരുവാകും. അങ്ങനെ കൊത്തിയാണ് എന്നെ ഇവിടെ ജീവിതത്തിലേക്ക് ആ പടുകുടിയിലേക്ക് വലിച്ചിട്ടത്. അല്ല, ഞാൻ ശില്പം കൊത്തുവന്നാ ചോദിച്ചത്. അനാവശ്യം വിളിച്ച് പറയട്ടെ. ഇവള് ശില്പം കൊത്തും. ഇവള് നല്ല ഉഗ്രനായിട്ട് ശില്പം കൊത്തും. കൊത്തിയിട്ടുണ്ടോ വല്ലതും? കൊത്തിയിട്ടുണ്ടോന്നോ? നിങ്ങൾ ഹരിയാനയിലോട്ടൊന്ന് ചെല്ലണം. ഹരിയാനയിൽ ഇവളൊരു പ്രമുഖ നടിയുടെ ശില്പം കൊത്തി വെച്ചിട്ടുണ്ട്. അതാരെ? ഐശ്വര്യ റായിയുടെ. ഇത് കണ്ടിട്ട് ആളുകൾ തടിച്ചുകൂടിയിട്ട് ചുറ്റിനും അങ്ങ് ചുറ്റമ്പലം അങ്ങ് പണിഞ്ഞു. എന്നിട്ട് ഐശ്വര്യ റായിയുടെ അമ്പലം ഇപ്പോഴും ഉണ്ടോടാ? അല്ലല്ല, ഇപ്പോഴും പ്രസിദ്ധമായ കള്ളിയങ്കാട്ട് നീലി ക്ഷേത്രം എന്നാണ് അത് അറിയപ്പെടുന്നത്. ഐശ്വര്യ റായിനെ കൊത്തിയിട്ട് കള്ളിയങ്കാട്ട് നീലിയുടെ. അതെന്താണ് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പഠിപ്പിച്ച തുടക്കകാലത്ത് അവൾ ചെയ്ത ഒരു വർക്കാണ്. തുടക്കത്തിൽ ചെയ്തതാ. അങ്ങനെ സംഭവിച്ചത്. അപ്പൊ ഇപ്പൊ കല്ലി കൊത്താറില്ല? ഇപ്പൊ കല്ലി കൊത്താറില്ല. കല്ല് കൊത്താനുണ്ടോ ആട്ടുകല്ല് കൊത്താനുണ്ടോ, അരകല്ല് കൊത്താനുണ്ടോ, അമ്മിക്കല്ല് കൊത്താനുണ്ടോ? വിളിച്ച് പറയുന്നത് നമ്മുടെ ജോലിയാണ് പറയേണ്ടത്. കല്ലി കൊത്താറില്ല. ഇപ്പൊ ഞങ്ങള് മെഴുകിലാ കൊത്തുന്നത്. മെഴുകിൽ പ്രതിമ ഉണ്ടാക്കുന്നതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ മെയിൻ വർക്ക്. കേരളത്തിൽ എന്തെങ്കിലും പ്രതിമ ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങള്? നമ്മുടെ തിരുവല്ലമില്ലേ? തിരുവല്ലത്ത് അടുത്തൊരു വലിയ വീട്. അദ്ദേഹം ഗൾഫിലാണ്, വലിയ പണക്കാരനാണ്. അദ്ദേഹത്തിന്റെ ആഗ്രഹം, അദ്ദേഹം ഒരു പുതിയ വീട് പണിഞ്ഞു. ആ വീട് പണിഞ്ഞപ്പോൾ ആ സ്വീകരണ മുറിയിൽ അദ്ദേഹത്തിന്റെ ഒരു വലിയ പ്രതിമ വെക്കണമെന്ന് എന്നോട് പറഞ്ഞു. 20 അടി പൊക്കമുള്ള ഒരു പ്രതിമ, 20 ലക്ഷം രൂപ ചെലവിൽ. സ്വീകരണ ഹാളിൽ നമ്മൾ അങ്ങോട്ട് കയറുമ്പോൾ കാണുന്നത് ഈ പ്രതിമയാണ്. നിങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടോ വീട്ടിൽ? കൊത്തിവെച്ചാണ്. അപ്പൊ ഗൃഹപ്രവേശത്തിന്റെ അന്ന് അദ്ദേഹത്തിന് അത് കാണണം. അതാണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം. അപ്പൊ ഗൃഹപ്രവേശത്തിന്റെ അന്ന് 20 അടി നീളമുള്ള പ്രതിമ അവിടെ കൊണ്ട് വെച്ച് 20 ലക്ഷം രൂപ മുടക്കി. അയ്യോ, അത് ആ വീട് എന്നാ വീടായിരുന്നറിയോ? അവിടെ ഒരു ഗണപതി ഹോമം നടത്തി. ഒരു 2-2.5 ലക്ഷം രൂപയുടെ ഗണപതി ഹോമം അല്ലേട്ടാ? ഒരൊറ്റ അടിയാൻ വെച്ചു. 5 ലക്ഷം രൂപയ്ക്കാണ് അവിടെ ഗണപതി ഹോമം നടത്തിയത്. 5 ലക്ഷം രൂപയുടെ ഗണപതി ഹോമം. അതെ, വലിയ വീടല്ലേ. അപ്പൊ അദ്ദേഹം കാശുകൊണ്ട് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് അത്രയും ആർഭാടപരമായി ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ പ്രതിമയുടെ ചുറ്റും ആണ് ഈ ഗണപതി ഹോമം നടത്തിയത്. എന്നിട്ട് ഇയാൾ വന്ന് പ്രതിമ കണ്ടോ? നിർഭാഗ്യവശാൽ ഇദ്ദേഹം വന്ന് നോക്കുമ്പോൾ പ്രതിമ അവിടെ ഇല്ല.
പ്രതിമ ആരും എടുത്തോണ്ട് പോയി? ആരും എടുത്തോണ്ട് പോയതല്ല. ഈ 5 ലക്ഷം രൂപയുടെ ഗണപതി ഹോമം ഈ പ്രതിമയ്ക്ക് ചുറ്റുമാണ് ചെയ്തത്. ആ ഹാളിൽ വെച്ച് ഈ ഹോമത്തിന്റെ ചൂടടിച്ച് ഈ പ്രതിമ ഉരുകി 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 അവിടെ ഇങ്ങനെ തളം കെട്ടി കിടക്കുകയായിരുന്നു. എന്നിട്ട് 20 ലക്ഷം മുടക്കി ഉണ്ടാക്കിയ പ്രതിമ 20 രൂപയുടെ ഒരു പൊട്ടിയ ബക്കറ്റിൽ കോരി എടുത്ത് അടുക്കള ഭാഗത്ത് കൊണ്ട് കളഞ്ഞു. ഇത്രയും 20 അടി പ്രതിമയൊക്കെ ഉണ്ടാക്കാനുള്ള മെഴുക് എവിടെ നിന്നാണ് ഈ കിട്ടുന്നത്? മെഴുകുണ്ടാക്കാൻ സിമ്പിൾ അല്ലേ? ഞങ്ങൾ ഈ പ്രതിമയുടെ വർക്ക് കുറയുന്ന സമയത്ത് ഈ ചാനലുകളിലൊക്കെ ഈ ഹാസ്യരൂപകം ചെയ്യാൻ പോകും. നിങ്ങൾ അതിനെ സ്കിറ്റ് എന്ന് പറയൂലേ? കപ്പിൾ ഷോ. അതെ, കപ്പിൾ ഷോ ഒക്കെ ചെയ്യാൻ പോകും. അങ്ങനെ അവിടെ നിന്ന് മെഴുകുന്ന മെഴുക് ഞങ്ങൾ കോരിക്കൊണ്ട് പോയാണ് ഈ മെഴുക് പ്രതിമ ഉണ്ടാക്കുന്നത്. ചില ദിവസം ചേട്ടൻ നിന്നങ്ങ് ഉരുകും. അപ്പൊ ആ മെഴുക് എടുത്തിട്ടാണ് ഈ പരിപാടി. ഇപ്പൊ എന്താ പരിപാടി? ഇപ്പം മണലിലൊക്കെ ഞങ്ങള് കടപ്പുറത്ത്. മത്സ്യകന്യക. ആ മത്സ്യകന്യൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഫേസ്ബുക്കിലൊക്കെ കണ്ടിട്ടുണ്ട്. മണലുകൊണ്ട് അങ്ങനെ ഇങ്ങനെ കടൽപ്പുറത്ത് ചെന്ന് ഞങ്ങൾ ഇങ്ങനെ മണൽ ഞാനിങ്ങനെ കമന്ന് കിടന്നിട്ട് ഇങ്ങനെ വാരുകയാണ്. വരുന്ന സമയത്താണ് പുറകെ കൂടെ നീ അമരത്തിലെ മമ്മൂട്ടി കളിക്കുന്നൂടാന്നും പറഞ്ഞ് പോലീസുകാർ വന്നിട്ട് എന്നെ മണൽ മാഫിയ എന്നും പറഞ്ഞ് അറസ്റ്റ് ചെയ്തു. ആ കേസ് നടക്കുകയാണ്. കഥകിൽ കൊത്താറുണ്ടോ? കഥകിൽ കൊത്താറില്ല, ഇദ്ദേഹം ഇടയ്ക്ക് കഥവിൽ മുട്ടാറുണ്ട്. ഞാൻ നല്ല കീച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഇപ്പൊ ഇല്ല. സ്വന്തം വീട്ടിലാണോ മുട്ടുന്നത്? അല്ലല്ല, അപ്പുറത്തെ വീട്ടിലൊക്കെ. അത് നല്ല കീറിയിട്ടുണ്ട് പോവാൻ. അപ്പൊ ഇപ്പൊ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ഇപ്പൊ ഇങ്ങോട്ട് വന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആർക്കെങ്കിലും ഒരു നേരത്തെ പറഞ്ഞത് അവർക്ക് താല്പര്യമില്ലെന്നാ പറഞ്ഞത്. അല്ല, അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ നമ്മള് വളരെ തുച്ഛമായ റേറ്റിന് ചെയ്തു കൊടുക്കുന്ന ആൾക്കാരല്ലേ. അങ്ങനാണെങ്കിലേ നമുക്ക് ബാല ചെയ്താലോ? മാല ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരുപാട് ചെലവാണ്. ആദ്യം നമ്മൾ ഒരു പുരാണ കഥ കണ്ടെത്തണം, എന്നിട്ട് അത് സ്ക്രിപ്റ്റ് ആക്കണം, എന്നിട്ട് അത് റെക്കോർഡ് ചെയ്യണം, ആർട്ടിസ്റ്റുകളെ ബുക്ക് ചെയ്യണം, എന്നിട്ട് റിഹേഴ്സൽ ക്യാമ്പ് ഇട്ട് 10-40 ദിവസം റിഹേഴ്സൽ ചെയ്തിട്ട് നമ്മൾ വേദി കിട്ടിയില്ലേ ബാല പൊളിഞ്ഞു പോയല്ലേ. അതൊക്കെ ചെലവാണ്. നമുക്ക് ശില്പം കൊണ്ട് തന്നെ ജീവിക്കാമല്ലോ. നടന്റെ പേരാ ബാലേന്ന്. ബാല നടനാണെങ്കിൽ പ്രശ്നമില്ല, കുറച്ച് മെഴുകു മതി. അയ്യോ, അങ്ങേ അറ്റത്തിരിക്കുന്ന ആള്. നമസ്കാരം. ഈ ശില്പി എനിക്കറിയാം. ഞാൻ പ്രസിദ്ധനാണ്. എങ്ങനെ ഇങ്ങനെ പെട്ടുപോയത്? ഞാനാണോ? അബദ്ധം പറ്റിയതാ. ഞാൻ പറഞ്ഞില്ലേ, കുത്തി വലിച്ച് കൊണ്ടുപോയതാണ്. ഇപ്പൊ സാറിന്റെ ഒരു ഇത് ചെയ്യാന്നാണ് പറയണത്. സാറിന്റെ ഒരു എങ്ങനെ ചെയ്യണം? എങ്ങനെ ചെയ്യണം? എങ്ങനെയാണ് ചെയ്യേണ്ടത്? എങ്ങനെ ഞാൻ പറയട്ടെ? കല്ലേക്കൊത്ത്, കരിങ്കൊത്ത്, ചീപ്പ് വെള്ളം, താറാ വെള്ളം, താറാ മക്കളുടെ കയ്യേലൊരു വാങ്ക്. ഞാനുമുണ്ട്, സീതയുമുണ്ട്. സീതയുടെ അപ്പന്റെ പേരെന്ത്? ബാല. അത് ചെയ്യാം. ഒന്നും മനസ്സിലായില്ല. അത് ഞങ്ങളൊരു പഴഞ്ചൊല്ല് പറഞ്ഞാണ്. കരിങ്കല്ലി കൊത്താന്നാണ് അവര് പറയണത്. കരിങ്കല്ലി കൊത്താം. താല്പര്യമില്ല. അയ്യോ, അങ്ങനെ ആകുമ്പോ ഒരു 25 ലക്ഷം രൂപയാവത്തുള്ളൂ. നിസാർ 25 ലക്ഷം രൂപ തന്നാൽ നമ്മൾ കരിങ്കല്ലിൽ വേണ്ട 20 അടി പൊക്കമുള്ള ഒരു ബാലയെ ഇങ്ങനെ നിൽക്കും. നിൽക്കും. വേണ്ട. താല്പര്യമില്ല. കോസ്റ്റ് കൂടുതലായതുകൊണ്ടായിരിക്കാം. ആണിയായാലോ? ആണി കുറേ ആണി കൊണ്ടുവന്നിട്ട് വേണ്ട. അല്ല, ഞാൻ പറയുന്നത് കേക്ക്. ഈ ആണി വെച്ച് ബാലയുടെ രൂപം ഞങ്ങൾ കൊത്തിവെക്കും. 10 ലക്ഷം രൂപയ്ക്ക് നമുക്ക് ചെയ്തു കൊടുക്കാം. നിസാരം 10 ലക്ഷം രൂപയുള്ളൂ. താല്പര്യമില്ല. ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾക്ക് ഈ ആലിലേലും പ്ലാവലയിലൊക്കെ ഇങ്ങനെ രൂപം, അതാവുമ്പോ വലിയ കാശ് ചെലവില്ല. അതിനകത്തൊക്കെ ഈ രൂപം ചെയ്യുന്നവരുണ്ട്. അത് ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ? പ്ലാവില എടുക്കേട്ടാ, ചെയ്യാലോ. പ്ലാവില ചെയ്യാം. ലീഫ് ആർട്ട് ഇതിൽ ചെയ്യാലോ. ഇപ്പൊ ചെയ്ത് കാണിക്കും ചേട്ടൻ. സാറിന്റെ രൂപം ഇതിനകത്ത് ഇപ്പൊ റെഡിയാക്കി തരൂര്. ഒരു സെക്കൻഡ്. വേണ്ടേ? പക്ഷെ ഇപ്പൊ ചെയ്യും. നോക്കേ, ഒരു ശില്പിയുടെ അത് നിസാരമല്ല, അതിപ്പം കണ്ടോണം. കഴിവിനൊക്കെ നിങ്ങൾ മാനിക്കണം. അങ്ങനെ കഴിവ് തന്നെയാണല്ലേ. നിന്ന് നിപ്പില് റെഡിയാക്കി തരാണ്. കണ്ണാടി വേണം. താടിയുണ്ട്, താടി, മുടി ഇങ്ങനെ സൈഡിലേക്ക്. ഒരു കണ്ണുകൊണ്ട് ഒളിഞ്ഞു നോക്കുന്നുണ്ട്. നോക്കിട്ടാ വരെ ചെയ്യുന്നത്. നുള്ളിക്കളയുന്നു. എനിക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞ ശേഷം പിന്നെ എന്തിനാ അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ഇവിടെ ഒക്കത്തില്ല. കാണിക്കേട്ടാ. അയ്യോ, കറക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. താടി മാത്രമേ ഞങ്ങൾ ഇപ്പൊ ചെയ്യുന്നുള്ളൂ, വേറെ ഒന്നും ചെയ്തിട്ടില്ല. താടി മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴാണ് കുറച്ച് മാർക്കറ്റ് വന്നിരിക്കുന്നത്. നിങ്ങൾ അപ്പൊ തന്നെ എന്നെ വന്ന് ഒരു പ്രതിമ ആക്കരുത്. ഞാനൊന്ന് അഭിനയിച്ച് പോയി ജീവിച്ചോട്ടെ. ഒരു കാര്യം ചെയ്യ്, ഈ വക പരിപാടികളൊന്നും പറ്റില്ല. എന്തായാലും ഇത്രയും ബുദ്ധിമുട്ടി വന്നാലേ മെഴുകില്
പ്രതിമ അങ്ങ് ചെയ്യ്. മെഴുകിൽ ചെയ്യാം. ഇത് വേണ്ട, മെഴുകിൽ ചെയ്തു തരാം. അല്ലെ നമ്മുടെ കയ്യിലുള്ള മെഴുക് വെച്ചത് പറ്റത്തില്ലല്ലോ ഏട്ടാ, കുറച്ച് മെഴുകല്ലേ ഉള്ളൂ. ഇത് കുറച്ചേ ഉള്ളൂ. ആ മെഴുക് മേടിക്കാനുള്ള പൈസ വേണം. മെഴുക് മേടിക്കാനുള്ള ഒരു 5 ലക്ഷം രൂപ തന്നാ മതി. എന്തിനാണ് 5 ലക്ഷം രൂപ? മെഴുക് മേടിക്കണ്ടേ പിന്നെ? ഇത്രയും നേരം രണ്ടാളും കൂടി ഇവിടെ നിന്ന് മെഴുകി ഉരുകി നിന്നില്ല. ആ മെഴുകെടുക്ക്, അതുകൊണ്ട് ഉണ്ടാക്കിയാ മതി. അത് ശരിയാണല്ലോ. അപ്പം ഒരാളിനെ ഞാൻ ഇങ്ങോട്ട് പറഞ്ഞു വിടാം. ഞങ്ങൾ മെഴുക് കോരിക്കൊണ്ട് വരാൻ വേണ്ടി. വാ, ഇവിടെ നേരത്തെ സ്ഥലം വിട്ടു. നമ്മൾ കുറച്ചു നേരം കൂടെ നിന്ന് അവരുടെ രണ്ടുപേരും കൂടെ പണി കൂടും. അതെ, നാദിഷയുടെയും പക്രുവിന്റെ കൂടെ മെഴുക് പ്രതിമ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ പോട്ടെ. വേഗം വിട്ടോ. അധികം മെഴുകുന്നില്ല. മേലെ ഈ പരിസരത്ത് വരും, ഞാൻ പറഞ്ഞതാണ്. സോ ലക്കി മാസ്റ്റേഴ്സ്, നിങ്ങൾ എല്ലാരും ഭയങ്കര ലക്കുള്ള ആൾക്കാരാണ്. പക്രചേട്ടാ, നമുക്ക് താരവിളയാട്ടം കണ്ടാലോ? കാണാം. വിവേകാണ് പെർഫോം ചെയ്യാൻ എത്തുന്നത്. പാലക്കാട് നിന്നും നമുക്ക് വിവേകിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം വിവേക്. പാലക്കാട് നിന്ന് വരുന്നു വിവേക്. എന്നാ ചെയ്യുക? ഞാൻ മഹേന്ദ്ര കാർ ഷോറൂമിൽ സെയിൽസ് കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. അപ്പം മിമിക്രി ആണോ ഇന്ന്? അതെ, ഞാൻ എന്നൊരു 4 പേർക്ക് ശബ്ദാനുകരണം പിന്നെ 2 പേരുടെ സ്പോട്ടപ്പ് ആണ്. ആ, അപ്പൊ ഒരു കോംബോ പാക്ക് ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. നിങ്ങളുടെ അവിടെ ഫംഗ്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ താങ്കളുടെ പെർഫോമൻസ് ഒക്കെ സ്ഥിരം ഉണ്ടോ അവിടെ? ചെറുതായിട്ട് ചെയ്യാറുണ്ട്. ആണ്, സൂപ്പർ. അപ്പൊ എന്തായാലും ഇന്ന് നമുക്ക് വിവേകിന്റെ പെർഫോമൻസ് കാണാം അല്ലേ? റെഡി? ആദ്യം എന്താ സ്പോട്ടപ്പ് ആണോ അതോ വോയിസസ് ആണോ എടുക്കുന്നത്? ആദ്യം സ്പോട്ടപ്പ് ആണ്. സ്പോട്ടപ്പ് ആണ്. അപ്പൊ നമ്മുടെ സ്പോട്ടപ്പിന്റെ സ്പോട്ട് അവിടെയാണ്. അവിടെ പോയി പൊളിച്ചിട്ട് വാ. ഓക്കെ. ഓരോ വാഹനവും ഓരോ കുടുംബമാണ്. നിങ്ങളുടെ വിലയൊഴിച്ചും അവരെ ഇരുട്ടിലാക്കരുത്. രാത്രി കാലങ്ങളിൽ ഡിംനൈറ്റ് ശീലമാക്കൂ. നിന്നിവിടെ തോൽപ്പിച്ച നിനക്ക് നിന്റെ പെങ്ങളെ കൊണ്ടുപോവാ. നീ തോറ്റാൽ അവിടെ ഇവിടുന്ന് ചാടും. ജിനി ഇറങ്ങില്ല. നമ്മളിലൊരാൾ ജയിക്കുന്നവരെ. ആന്റണിച്ച, കൊച്ചിന്റെ കൂടെ ഇരിക്കണ്ടേ? കഴുകന്മാർ കട്ടുമിട്ട് വർക്കാണ്. മോളിറങ്ങിക്കോ. ബുദ്ധിയുണ്ട്, ഹൃദയമുണ്ട്. 2019 സാർ. അങ്ങനെ നിർവഹിച്ച് തുടങ്ങിക്കൂടെ സൗന്ദര്യത്തെ നമുക്ക്? ഇനി മേലാൽ പിള്ളേർക്ക് പോളിയോ കൊടുക്കാൻ പോലും നിന്നൊന്നും ഇവിടെ കണ്ടുപോരുന്നു. വിവേക്, തകർപ്പൻ പെർഫോമൻസ് ആയിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് തീർന്നു പോയി എന്നുള്ളൊരു വിഷമം മാത്രമേ ഉള്ളൂ എനിക്ക്. ശരി, അപ്പൊ നമുക്ക് ഇനി അടുത്തത് തന്നെ വോയിസസ് അല്ലേ കേൾക്കാൻ പോകുന്നത്? ഓക്കെ, ലെറ്റ്സ് ഡു ഇറ്റ്. പൃഥ്വിരാജാണ് അദ്ദേഹത്തിന്റെ താൻ തോന്നിയ സിനിമയിലെ സെന്റിമെന്റ്സ് ഡയലോഗാണ്. പെറ്റമ്മയുടെ വാത്സല്യം, ജീവിച്ചിരിക്കുന്ന അപ്പന്റെ ആത്മാവിലേക്കുള്ള വെളിച്ചം, ഊതിക്കെടുത്തിയതിന്റെ പാരിതോഷികം. ഒരു കവളൂടെ ബാക്കിയുണ്ട് ആശാനെ. ചെയ്തത് തെറ്റായി പോയിന്ന് തോന്നിയെങ്കിൽ ഇവിടുന്നുമാകാം ഒരു തലോടൽ. കൊച്ചുപ്രായത്തിലെ കൊച്ചുകുഞ്ഞിന് അമ്മച്ചിയുടെ താരാട്ട് നല്ലതുപോലെ കേൾക്കാൻ പറ്റാതെ പോയത് കൊണ്ട് ഇതൊന്നും എനിക്ക് തല്ലല്ല ആശാനെ. താരാട്ട, ഈ താൻ തോന്നിക്കുള്ള താരാട്ട്. താങ്ക് യു. നെക്സ്റ്റ് ടോവിനോ തോമസ്, അദ്ദേഹത്തിന്റെ ലൈവ് വോയിസ് ആണ്. ഓക്കെ, ഒരു ഇന്റർവ്യൂലൊക്കെ പറയുന്ന പോലത്തെ ഒരു ലൈവ് വോയിസ്. ബേസിക്കലി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഭൂരിഭാഗം കാമുകന്മാരും ചെയ്യുന്നത് എനിക്കൊരു പെൺകുട്ടി ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചാ പെൺകുട്ടി ഇഷ്ടമല്ല എന്നൊരു രീതി പറയാറുണ്ട്. പക്ഷെ എനിക്ക് ആ രീതിയിൽ അങ്ങനെ കാഴ്ചപ്പാട് വെക്കുന്ന ഒരാളല്ല ഞാൻ. എൻ്റെ രീതിയിൽ ഞാൻ കാഴ്ചപ്പാട് വെക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പെൺകുട്ടി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ കുട്ടിയെ കല്യാണം കഴിക്കുക എന്ന് മാത്രമാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അത് നശിച്ച് കാണണമെന്ന് ചിന്തിക്കാറില്ല. എന്നും നിന്റെ മൊയ്തീൻ സിനിമയിൽ രാജുവേട്ടനെ സജസ്റ്റ് ചെയ്ത സമയത്ത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയിൽ അത്രയധികം അപ്പു എന്ന കഥാപാത്രത്തെ സ്നേഹിച്ചിരുന്നു. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ എന്നെ കൊണ്ടുവന്നിട്ടുണ്ട്. അടിപൊളി, സൂപ്പർ. പിന്നെ അടുത്തത് ഉണ്ണിമൂന്തനാണ്. അദ്ദേഹത്തെ ഈ വേദിയിൽ വന്നാൽ ഞങ്ങനെ സംസാരിക്കാൻ ലൈവ് വോയിസ് പറയാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഉണ്ണിമുകുന്ദൻ. എല്ലാവരും ഒന്ന് കാണാൻ വേണ്ടിയാണ് ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിവേ എന്തായാലും ലൈവായിട്ട് കാണുന്നതോടൊപ്പം തന്നെ നിങ്ങളെ നേരിട്ട് കാണാൻ പറ്റി. എനിവേ നമ്മുടെ നാദിഷ്ക ഇക്ക നമസ്കാരം. നമസ്കാരം. പകർ ചേട്ടാ, നമ്മൾ കഴിഞ്ഞ ആഴ്ച മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിവേ നമ്മുടെ സ്വന്തം ബാർചേട്ടൻ, ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ ആഴ്ച മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ദുബായിലേക്ക് പോകുന്ന വഴിക്ക് എയർപോർട്ടിൽ വെച്ച്. ഒരുപാട് നന്ദി എന്തായാലും നേരിട്ട് കാണാൻ പറ്റിയതിന്. ഓക്കെ, എന്തായാലും ഈ വേദിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ഒരുപാട് കലാകാരന്മാർക്ക് അവസരം കൊടുക്കുന്ന ഒരു വേദിയാണ് കോമഡി മാസ്റ്റേഴ്സ്. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഇവിടെ എത്തിപ്പെടുക എന്നുള്ളത്. ഞാൻ സമയം കിട്ടുമ്പോൾ കാണുന്ന ഒരു പ്രോഗ്രാമാണ്. എനിവേ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് സൂര്യയാണ്. അദ്ദേഹത്തിന്റെ 5ാമത് സിനിമയിലെ ഒരു മാസ് ഡയലോഗാണ്. எவனாக சத்தம் போட்டீங்க சங்கர் திருவ என்ன சொன்ன நானா நெருக்குவியா சின்னதா வேட சத்து கேட்டோன்னதான்
பயந்து பருக்குனால புறாவ நின்ன நீ தனமா இறைய தூக்கிட்டு போற காளுகடா വാ. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റേഴ്സിനോട് ചോദിച്ചു നോക്കാം. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ എന്തായാലും പറയാനുണ്ടാവും. ലെറ്റ്സ് ആസ്ക് ഇക്ക. വിവേക് വളരെ എണ്ണം കൂടുതൽ ചെയ്യാൻ ശ്രമിച്ചില്ല. എണ്ണം കുറച്ച് അറിയാവുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അത് സ്പോട്ട് ഡബ് ചെയ്തപ്പോഴും അല്ലെങ്കിൽ ലൈവ് വോയിസ് ചെയ്തപ്പോഴും രണ്ടും നന്നായിരുന്നു. അതിലെനിക്ക് ഞെട്ടിച്ചു കളഞ്ഞത് ഈ ഉണ്ണി മുകുന്ദൻ ഞാൻ ആദ്യമായിട്ടാണ് ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ണി മുകുന്ദൻ്റെ ശബ്ദം ചെയ്യണ കേൾക്കുന്നത്. പിന്നെ ടോവിയുടെയൊക്കെ കൃത്യം വോയിസാണ്. പലപ്പോഴും നമുക്ക് തൊട്ടടുത്തറിയാവുന്ന ശബ്ദങ്ങളാണ്. എൻ്റെ പേര് രാജുവിൻ്റെ ആണെങ്കിലും ടോവിയുടെ ആണെങ്കിലും പിന്നെ സൂര്യ മാത്രം നമുക്കിങ്ങനെ ഈ അതിൻ്റെ എക്സ്പെർട്ട് അവിടെ ചോദിച്ചാൽ കറക്റ്റായിട്ട് എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടായിരുന്നു പല സൂര്യ വോയിസ്. നിങ്ങൾ പറയുന്ന അതേ അഭിപ്രായമാണ് എനിക്കും പറയാനുള്ളത്. വിവേക്കുടെ ഒരു ക്വാളിറ്റി കണ്ട ഒരു ക്വാളിറ്റി എന്താണെന്ന് വെച്ചാൽ അറിയുന്ന കാര്യം കൃത്യമായിട്ട് സ്റ്റേജിൽ കൊടുക്കുന്നു. അതാണ് ഒരു കലാകാരൻ പറയുന്നത്. താങ്ക് യു. പണ്ടത്തെ കാലത്ത് ഇതുപോലെ വേദികൾ ഉണ്ടായിരുന്നില്ല. ഇവരുടെ കാലത്തൊക്കെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ വേദിയൊക്കെ ഇരിക്കുന്നത് ഓപ്പർച്യൂണിറ്റീസാണ്. നിങ്ങളൊക്കെ നന്നായിരിക്കണം, നന്നായി വരണം. ആത്മാർത്ഥമായിട്ട് പറയാം. താങ്ക് യു. സൂപ്പർ. താങ്ക് യു സോ മച്ച്. ചേട്ടാ വിവേകേ, ഇവരിൽ നിന്ന് മറിച്ചൊരു അഭിപ്രായം ഇല്ല. വളരെ വളരെ നന്നായിരുന്നു. മികച്ചൊരു കലാകാരനാണ്. 2 ചോദ്യങ്ങളാണ് എനിക്കുള്ളത്. എത്ര കാലമായി മിമിക്രിയിലേക്ക് വന്നിട്ട്? ഒരു 4-5 വർഷമായി ആയി കാണും. തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ തുടക്കമാണ് വിവേകിൽ കാണുന്നത്. പക്ഷേ പുതുമയുള്ള പുതിയ കലാകാരന്മാരെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് ചെയ്യാനുള്ളൊരു ശ്രമമുണ്ട്. ആർട്ടിസ്റ്റിനെ അനുകരിക്കുന്ന സമയത്ത് നമ്മൾ ഈ മൂക്ക് അമർത്തി പിടിച്ചിട്ട് ചെവി അടച്ച് അങ്ങനെയൊന്നുമല്ലാതെ ആ ഫ്രീ ആയിട്ട് നിന്നിട്ട് അതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. കാരണം അടുത്ത തവണ ഇനി ചിലപ്പോൾ ഒരു പക്ഷേ ഇതിലും വേറെ നല്ല നല്ല ആർട്ടിസ്റ്റുകളുമായിട്ട് നന്നായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കലാകാരനാണ് വിവേകൻ അറിയാം. അതുകൊണ്ടാണ് അപ്പോൾ കുറച്ചും കൂടി പക്ക ആ ഒരു പെർഫോമൻസ് കൂടെ കൊണ്ടുവരണം. ഓക്കെ. താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി വിവേകിന് ചെറിയൊരു സമ്മാനം കൂടെ കൊടുക്കാനുണ്ട്. അതിനായിട്ട് നമുക്ക് ബാലചേട്ടനെ സ്വാഗതം ചെയ്യാം. പ്ലീസ്. അപ്പൊ വിവേകിന് ക്യൂട്ടി ദ ബ്യൂട്ടി സോപ്പ് നൽകുന്ന ഗംഭീര സമ്മാനമുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ലണ്ടൻ ക്ലാസിക് നൽകുന്ന മറ്റൊരു മനോഹരമായ സമ്മാനം. എടി, ഈ പാട്ടും കൂത്തും മാത്രമല്ല ചടങ്ങ്. പിള്ളേർക്ക് പാലും പഴം കൊടുക്കണ്ടേ? പാല് ഞാൻ കൊടുക്കാം. ഞാൻ പഴം. അതെനിക്കറിയാം. അതല്ല, പഴം ഞാൻ കൊടുക്കാന്ന്. അവിടെ നിൽക്കും മോളെ. ഈ താക്കോല് അല്ലേ വേണ്ട, എന്റെ തന്നെ ഇരിക്കട്ടെ. നീ കൊണ്ട് കളയും. ഓ, അവിടെ ഇരുന്ന് കൊഞ്ചാതെ ഞാൻ വരാം. ചെന്നോ കുറച്ച് കാര്യങ്ങൾ അവരവിടെ ഇരുന്ന് നല്ല പാട്ടായിരുന്നല്ലേ? നല്ല പാട്ട്. നല്ല പാട്ട്. ദൈവമേ, കല്യാണം കഴിച്ച് ഒരു ഇങ്ങനെ ഇരിക്കുന്ന തന്നെ ഭയങ്കര ക്ഷീണവും. മൈൻഡ് ചെയ്യല്ലേ ഉമ്മടിച്ചോണ്ടിരിക്കട്ടെ അവിടെ. നിക്കട്ടെ നിന്ന് പുഴുക്കും കഴിഞ്ഞ് വരും. എന്റെ മാമൻ തന്നെടാ ഞാൻ. ഞാൻ എന്റെ കൊക്കിന് ജീവനുണ്ടെങ്കിൽ നിന്റെ ഇവന്റെ തറവാട്ടിന് ഞാൻ കാല് കൊത്തൂല. കാല് കൊത്തിയ ഈ ബാലം പെണ്ണാണ്ടാ പെണ്ണ്. മാമ ഇങ്ങോട്ട് കയറി വാമാ. ഞാൻ കയറി വരത്തില്ല. പിന്നെ അവിടെ തന്നെ നിന്നോ. അങ്ങനെ പറയില്ലേ, നാട്ടുകാരെണ്ടാ ചമ്മി പോവും ഞാൻ. ഗിഫ്റ്റ് ഇല്ലേ? നല്ല വിറ്റല്ലേ? വിറ്റല്ല, ഗിഫ്റ്റ് ഇല്ലേ? അവരെ കൊണ്ടുവന്നിട്ടുണ്ട്. മീനാവാ? മീനല്ല, നല്ല മുന്തിരിക്കൊത്ത് വെച്ച ലഡു. മുന്തിരിക്കൊത്ത് വെച്ച ലഡുവാണ്. അയ്യോ ചേട്ടാ, ഇതിൽ മുന്തിരി ഇല്ല. ഇല്ല അമ്മാര് മുന്തിരി ഇല്ല. അമ്മ ബസ്സിലിരുന്ന് അടിച്ചോണ്ട് നോപ്പോയെ ടച്ചിങ്സിലൊന്നും ഇല്ലായിരുന്നു. അതിന്റെ കൊത്തെടുത്ത് തിന്ന്. എടാ, എന്റെ മോളെവിടെ? എന്റെ മോളെവിടെ? നിന്റെ പെണ്ണെവിടെ? കണ്ടിട്ടില്ലേ? ഈ വീടിന്റെ നിലവിളക്ക് അവിടെ വെളി കാണട്ടെ. നിന്റെ പേരെന്താടി? നിന്റെ അച്ഛന്റെ പേരെന്തോ? ഹരിദാസ്. നിന്റെ തറവാട് എവിടെയാടി? നീ എങ്ങനെ കൈവശം കൊടുത്ത എന്റെ മോനെ നീ കൈക്കലാക്കിയടി?
അതങ്ങനെയാണ്. അവള് ചെറിയ കാര്യം മതി അവള് കരയും. അങ്ങനെ അവള് കരയോന്ന്. നിങ്ങൾ എല്ലാവരും പേരെഴുതി വെച്ചിട്ട് ആത്മഹത്യ ആ, അങ്ങനെ വേണം. എന്നിട്ട് ഈ തറവാട്ടിലുള്ള എല്ലാത്തിനും കോടതി കയറ്റി ഇറക്കണം. മക്കളെ, ബാലമാമന്റെ പേര് മക്കൾക്ക് അറിഞ്ഞൂടല്ലേ? ഇത്ര നേരം അറിഞ്ഞൂടായിരുന്നു, പക്ഷെ ഇനി ഞാൻ അത് ഫസ്റ്റ് ആയിരുന്നു. പേപ്പറെ കത്തിച്ചെല്ലാം പറയണം. ഞാൻ കൂടി അകത്താവും. എന്താ ഇവിടെ ബഹളം? വാ വന്നിരിക്കുന്നു. അത് ശരി, നല്ലൊരു ദിവസമായിട്ട് ഇപ്പോഴാണ് അളിയൻ പറഞ്ഞത്. ഓ, അളിയാൻ മറണത് ഇല്ലേ? എടാ, നീ എന്റെ അടുത്ത് ചതി വേണ്ടായിരുന്നു. ഞാൻ എന്തോ ചെയ്തു? എന്റെ മോളെ കൊണ്ട് നിന്റെ മോനെ കെട്ടിക്കണമെന്ന് പറഞ്ഞത് നീ അത് മാറ്റിയല്ലേ? അത് അതിന് അളിയൻ കല്യാണം കഴിച്ചില്ലല്ലോ. ഇല്ല, കഴിച്ചില്ല. എടാ, നല്ലൊരു ദിവസം, കല്യാണ ദിവസമല്ലേ? ഇതിൽ അടി ഉണ്ടാക്കാൻ കാരണം വേണ്ടി നാട്ടിൽ ചോദിച്ചാൽ പറയണ്ടേ? അളിയന്റെ കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി. രണ്ടെണ്ണം അടിക്കാം. എങ്ങനെ? രണ്ടെണ്ണം അടിക്കാന്ന്. മദ്യം കാണിച്ച് പിറകെ വരെ ഞാൻ എന്തോടാ വാലാട്ടി പട്ടിയാ? 3 എണ്ണം ആയാലോ? എങ്കിൽ ഞാൻ തകർക്കും. അളിയൻ വാ അങ്ങോട്ട്. സന്തോഷിച്ച് നിട്ടടി അങ്ങോട്ട്. മൂന്ന് വർഷം ഞാൻ പ്രണയിച്ചിട്ട് നീ എന്നെ തേച്ചല്ലേ? ഞാനിവിടെ താമസിക്കുമ്പോ നീ ആദ്യ രാത്രി കോഴിച്ചാട്ട് അവന്റെ കൂടെ ജീവിക്കാൻ നിന്റെ മനസ്സിൽ വെച്ചാ മതി. എന്നെ ഇരുട്ടത്താക്കിയിട്ട് നീയൊക്കെ വെളുത്തിരുന്ന് ചിരിക്കുമല്ലേ? കാണിച്ചാലെന്ന് ഞാൻ ഇവിടെ തൂങ്ങിയിട്ടുള്ള കാര്യമുള്ളൂ. ഇവിടെ തൂങ്ങി ഞാൻ ചത്തിട്ടുള്ള കാര്യമുള്ളൂ. നീ അറിഞ്ഞോളാ, ഞാൻ മരിക്കാൻ പോവാ. ആശ്വസിപ്പിക്കളെ, ആശ്വസിപ്പിക്കും. നീയാണോ എന്റെ ആടിന്റെ കെട്ടഴിച്ചു വിട്ടെ? കയറും കൊണ്ടുവേടാ. അമ്മച്ച വടക്കുന്ന ഭയങ്കര വെള്ളം. കയറ്. എടാ, കയറിപ്പോ തരാൻ പറ്റത്തില്ല. ഞാൻ ഈ വീട്ടിലത്ത് ഒരു കയറ് വീഴണം. നീ എന്റെ വീട്ടിൽ വന്ന് ആടിന്റെ കഴുത്തിൽ കിടന്ന് കയറെടുത്തോണ്ട് വന്നത് മിണ്ടാ. ഞാൻ ആദ്യം ഒന്ന് മരിക്കട്ടെ. മരിച്ചു കഴിഞ്ഞ് കയറുപോട്ടെ. നീ നശിക്കാൻ വേണ്ടി ആ തളാരെടുത്തോട്ട് ചെല്ലു പോ. മരിക്കും. അറത്തിട്ടിട്ട് ഞാൻ ആ കയറും കൊണ്ടുപോകാൻ വീട്ടിൽ കയറ്റത്തില്ല. കാര്യം പറയും. എടാ, ഞാൻ പ്രേമിച്ചില്ല, 3 വർഷം പ്രേമിച്ചില്ലടാ. എടാ, കവലയിലെ വെളുത്ത ശാരി ശാരി എന്നെ തേച്ചടാ. അതിനെത്ര താമസിച്ച അവളെ തന്നെ തേക്കാൻ പൊക്കണം കേട്ടോ. എടാ, അവളെന്നെ തേച്ചത് അപ്പുറത്ത് പിന്നെ പ്രമോദ് അവളെ കെട്ടിക്കൊണ്ട് വന്നു. കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. പ്രമോദ് കെട്ടിയ ശാരിയാണോ? ആ, ഇന്നലെ കല്യാണം വിളിച്ച കല്യാണത്തിന് പോകാനും പറ്റി. കല്യാണവും മരണം കൂടെ എല്ലാം കൂടെ ഞാൻ ഒന്നിച്ചു കൂട്ടും. ഒരു കാര്യം നീ അങ്ങനെ അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇന്ന് ഞാൻ മരിച്ചിട്ടുള്ള കാര്യമുള്ളൂ. മരിച്ചിട്ട് ഇവിടുന്ന് ബാക്കിയുള്ളവർ പോയാൽ മതി. എടാ, നീ കയറ് എന്നെ വീട്ടിൽ കയറ്റത്തില്ല. വീട് നീ പോകുന്നു. ഞാൻ മരിക്കുള്ളിയാ. ഇനി എനിക്ക് ജീവിക്കണ്ട. അവൾ എന്നെ തേച്ച സ്ഥിതിക്ക് ഇനി ഞാൻ ജീവിക്കുന്നുണ്ടെങ്കിൽ എന്തിനാണ് ആണായിട്ട് ഞാൻ ജീവിക്കുന്നത്? ഇനി ഞാൻ ആണാകൂല. ഞാൻ ഇവിടെ തൂങ്ങി ചത്തിട്ടുള്ള കാര്യമുള്ളൂ. വീട്ടിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞപ്പോ എടാ, ആടെങ്കിലും എലിയേലും കയറിപ്പോയി രക്ഷപ്പെടട്ടാ. പോട്ടാ വീട്ടിൽ നിന്ന്. പോ, നീ ഒന്ന് മാറി പോ. കല്യാണം വിളിച്ചിട്ട് എപ്പോഴാണ് നീ പറഞ്ഞത്? വരാൻ പറ്റി. ചെറിയൊരു ആടിന്റെ പ്രശ്നമുണ്ട്, അതുകൊണ്ട്. കസേര ഞാനിവിടെ മരിക്കാൻ വേണ്ടി നിൽക്കാം. വാടകയ്ക്കെടുത്ത കസേര. നീ കസേര ഇറങ്ങണേ. എന്നെ പരിപാടി. ഞാനിത് മരിക്കട്ടെ. ഞാനിപ്പോ കുറച്ച് കഴിയുമ്പോൾ തരാം. ഇറങ്ങണേ. ഞാനൊന്ന് മരിക്കട്ടാ. നീ മരി എന്നിട്ട് കസേര അത് ശരി. അപ്പൊ തള്ളയും മോനും കൂടെ എല്ലാരും കൂടെ ചേർന്നിട്ടുള്ള പണിയല്ലേ? നിന്റെ കാര്യം എന്താ? നീ പ്രശ്നം എന്താന്ന് പറയടേ. നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഇപ്പൊ അഭിനയിക്കുമായിരുന്നല്ലേ? എന്തുവാടെ നിന്റെ പ്രശ്നം എന്താണ്? അറിയത്തില്ലെന്ന്. നീ ആദ്യം കയർ കൊണ്ട് വേടാ പോയി. വാടാ. എടാ, ഒന്ന് കേൾക്കാനെങ്കിലും ഇവിടെ നിൽക്കടാ. തന്നെ കിടന്ന് വർത്താനം പറഞ്ഞാൽ വല്ലവരും പ്രാന്തായിരിക്കും. നീ ഇവിടെ നില്ലേ? നിങ്ങളേ അകത്തൊരുത്തെ കെട്ടിച്ചു വിട്ട് ഇവിടെ നിർത്തിയിട്ടില്ലേ? പുന്നാര മോള് ഇതിനകത്ത് എന്നാന്നറിയോ? പാപ്പച്ചി. 75 വയസ്സുള്ള പുള്ളി പറഞ്ഞു പാപ്പത്തി. പാപ്പത്തി അല്ല, എന്റെ ഹൃദയത്തിൽ ഞാൻ ഒളിപ്പിച്ചു വെച്ചിരുന്നവളെയാ നിങ്ങളുടെ മകൻ കെട്ടിക്കൊണ്ട് വന്നു. അറിയോ? 3 വർഷം ഞാൻ അവിടെ പുറകെ നടന്ന എന്നെ വലിപ്പിച്ചാ നിങ്ങളുടെ കുടുംബത്തോട്ട് കയറി ഇറങ്ങി വാടി ഇങ്ങോട്ട്. അയ്യോ, നമ്മളെ കുടുംബത്തിൽ അവിഹിതം നടന്നേ. മനുഷ്യ 24 മണിക്കൂർ നിങ്ങളെന്നും പറഞ്ഞിരിക്കുന്ന എന്നോട് ഇങ്ങനെ പറയരുത്. അവിഹിതം ഉണ്ടാക്കാൻ പറ്റിയ ആളൊക്കെ നീ അല്ലടി. പിന്നെ നിങ്ങൾക്കാണോ? നമ്മളെ മോനെ മരുമോളെ ഇറക്കും. മോനെ ഞാൻ എന്താ കാണാൻ വേണ്ടിട്ടാ? എനിക്ക് അവളെയാ കാണണ്ടേ. അവളെ ഇങ്ങോട്ട് ഇറക്കി വിടും നിങ്ങൾ. നീ കെട്ടിക്കൊണ്ട് വന്നിട്ടില്ലടാ ഒരു വെള്ളപ്പാറ്റനെ. അതിനെ ഇങ്ങോട്ട് ഇറക്കി വിടാനാ പറഞ്ഞത്. അപ്പൊ നിനക്ക് അറിയാമല്ലേ ഇതുപോലൊക്കെ കൊഞ്ചാൻ വേട്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് കയറണം. എന്താ 3 വർഷം നീ തേച്ച് കടി. 3 വർഷം സത്യം പറയും. ചേട്ടാ, ഞാൻ ചുമ്മാ പറയുന്നതാ ചേട്ടാ. അമ്മ, ഞാൻ പറയണതേ. മോളെ, ഇവൻ പറയുന്നത് നേരാണോ? ഞാൻ പറയണതൊന്ന് കേക്കണം. എടാ നാറി, നിന്റെ അടുത്ത് ആരാ പ്രേമിക്കാൻ വന്നത്? നീ അല്ലടാ എന്റെ പുറകെ നടന്നത്. ചേട്ടാ, ഞാൻ പഠിക്കാൻ പോകുമ്പോ ഇവ എന്റെ പുറകെ നടക്കും. ഞാൻ പറഞ്ഞില്ല, ഒരു വായി നോക്കി വൃത്തികെട്ട ഞരമ്പൻ. വൈഫിനെ പുറകാണം. നമ്മളെ കോണം പറഞ്ഞ ഞാൻ മോളെ കാര്യം ഞാൻ പറയാം.
അവന് തലയ്ക്ക് സുഖമല്ല, നിങ്ങൾ പോയി കിടക്കാൻ നോക്കും. എന്റെ കടുകൂട്ടൊന്ന് അയച്ചു ഒറ്റ ഇടിയപ്പാ കടുക്കട്ട്. നീ വന്നേടാ, എനിക്കാണ് സമാധാനം എന്ന് പറയുന്നത് കിട്ടുന്നത്. ഇടാ ഞാനിവിടെ ജീവിക്കാം, അവൾ എങ്ങനെയാണ് ആദ്യരാത്രി ഘോഷിക്കുന്നത്? നീ നോക്കിയേ, നേരം രാത്രിയാകുമ്പോൾ അവർ കിടക്കാൻ പോവാ. ഇനി നമുക്കിട്ട് പണികളെ കൊടുക്കണ്ട എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന്റെ ആദ്യരാത്രി മുടക്കണം. ആണോ? മനസ്സിലായില്ലേ? അപ്പൊ ആദ്യരാത്രി കുളവാക്കണം. നീ ഒരു കാര്യം ചെയ്യ്, നമുക്ക് നേരെ അവരുടെ വീട്ടിലോട്ട് ചെല്ലുന്നു, നൈസായിട്ട് പണിയും കൊടുക്കുന്നു. എന്റെ കൂടെ നിന്നോണം. ഞാൻ നിൽക്കും. അവന്റെ ആദ്യരാത്രി ഞാൻ ശരിയാക്കി ഞാൻ തരുന്നുണ്ട്. ഒരു തരത്തിലും അവനെ ഇന്ന് ഉറക്കരുത്. അതാ മോളെ മോളെ ലൈറ്റ് ഓഫ് ചെയ്യട്ടെ. അവന്റെ ലക്ഷ്യം അത് തന്നെയാണ്, അവൻ അങ്ങോട്ട് തന്നെ എത്തിച്ചേരുന്നത്. നീ അടുത്തോക്കി ഇരിക്ക്. ഒന്ന് പോയേ, കൂടെ അടുത്തോക്കി ഇരിക്ക്. വേണ്ടെന്ന്. ഇങ്ങോട്ട് അടുത്തോട്ടിരിക്ക്. ഇതിന് മാത്രം അടുത്ത് കയറിയിരിക്കും. അവൻ എന്നെ പനിച്ചു തൂറി കിടക്കുവാണ് അതിനകത്ത്. മോളെ ഏട്ടാ ഇന്ന് എന്താ കല്യാണം കഴിഞ്ഞല്ലേ? മണ്ണെണ്ണ കിട്ടുവോ? മണ്ണെണ്ണ ഇല്ലേ? കൊച്ചിന്റെ പാമ്പേഴ്സ് കത്തിക്കാൻ. എന്റെ അയ്യപ്പ, എന്റെ കൈ മുറിഞ്ഞേ. അയ്യോ കടിച്ചു. മോളെ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കല്ലും മുള്ളും കാലയ്ക്ക് മറ്റേ സ്വാമിയെ അയ്യപ്പോ അയ്യപ്പോ സ്വാമിയെ. ഈ പാട്ട് ഇപ്പൊ പാടിയത്? ഇടാ, ഒരു ഭക്തിഗാനം കേൾക്കുമ്പോ അവരുടെ ആ റൂട്ട് അങ്ങ് മാറും. അതാണ്. മോളെ ഏട്ടാ ഇപ്പൊ കേട്ട പാട്ട് കേട്ടാ? കേട്ടു. അത് കേട്ടപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്ന. എന്താ ഏട്ടാ? നമ്മുടെ മൂത്ത കൊച്ചിനെ മല ചവിട്ടണം. കണ്ടോ, അവൻ ത്രഡില്ലായിരിക്കായിരുന്നു. നീ ഇട്ട് കൊടുത്തില്ലേ? അവൻ അതേ പിടിച്ചു അവന് പണി കൊടുക്കും. എപ്പോഴും എന്നെ കാണിക്കുന്നു. പറയേട്ടാ, നിന്റെ മുഖത്ത് മൂക്കുരുടി. എവിടാ? ഇവിടാ. ഇവിടെയോ? ഇവിടെയോ? ഇതോ? ഇവിടാ. ഇവിടെയോ? അപ്പോ അവിടെ തന്നെ. അതിരാത്രി നീ എന്നെ കൊളവാക്കിയിട്ട് നീ ആദ്യരാത്രി ഘോഷിക്കണല്ലേ? നടത്തി ഞാൻ കട്ടിനടിക്കാറുണ്ട്. നീ പൂച്ചക്കുഞ്ഞാണ്. ഇറങ്ങിക്കോട്ട് ഒന്ന് ഗ്യാപ്പ് തന്നെ. തുടങ്ങിയില്ല. നീ എന്നെ വഞ്ചിച്ചവളല്ലേ? വഞ്ചകി. ഇങ്ങോട്ട് വാ. ഇനി ഒന്നുമില്ല. പത്തി പറ്റി കിടക്കുന്നവർക്ക് പിന്നെ പോവാം. അങ്ങോട്ടൊന്നും കേറി ചെല്ലല്ലടാ. ഇപ്പൊ ഞാൻ എന്നോട് ചെയ്യുന്നു. നിനക്ക് പെന്നാ വേണ്ടേ? അളിയാ, ഈ സാധനം കയ്യിൽ നിന്ന് പൊക്കോണ്ടിരിക്കുക. ഒരു കാരണവശാലും അവന്റെ ആദ്യരാത്രി നടക്കില്ല. ഈ ആദ്യരാത്രി എങ്ങനെയും പൊളിക്കണം അളിയാ. ആദ്യരാത്രി പൊളിക്കാൻ പറ്റിയ ഒരാൾ ദോണ്ട നിൽക്കുന്നു. പ്രമോദിന്റെ അമ്മാവനാ. പ്രമോദിന്റെ അമ്മാവൻ. പട്ടി കട്ടന്റെ ഇടയിൽ കൊണ്ട് ഒളിച്ചു വെച്ചിരുന്നു. നല്ല കേട്ടാണല്ലോ. കഷ്ടം. എപ്പോഴാണ് കട്ടന്റെ അടി വിളിച്ചിട്ടിരുന്ന അളിയെ ഒളിച്ചു വെച്ചിരുന്നല്ലേ? നമുക്കിത് പറഞ്ഞിട്ട് വരാം. ഒന്നാമത് അവൻ കലിപ്പാണ്. ഉണ്ടല്ലേ, വേണേ ഓർമ്മ ഒഴിച്ചു തരാം. അല്ല, എനിക്ക് കമ്പനി കേടി പിടിപ്പിരും അങ്ങോട്ട്. ഏതായാലും മാമൻ വന്ന് ചേരേണ്ട സ്ഥലത്താ വന്നേക്കുന്നത്. നമുക്ക് ഈ പുള്ളിയെ കൊണ്ട് പിന്നെ മുടപ്പിക്കാം. എന്റെ മാമന്റെ ഒക്കെ അവസ്ഥ ഓർക്കുമ്പോൾ സങ്കടം വരുവോ? സത്യം പറഞ്ഞു, മാമൻ ഇതൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്റെ ദൈവം, മാമനോട് ഇവരിത് പറഞ്ഞില്ലേടാ? അവരെങ്ങനെ പറയൂടാ? ഭരണക്കാരിയൊക്കെ എങ്ങനെ നേരിട്ട് പറയുന്നത്? സംഭവം എന്നാന്നറിയോ? ഇവിടെ വന്ന് കേറിയിരിക്കുന്ന അവളില്ലേ, അവക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന്. അന്ന് മാത്രമേ ദോഷമുള്ളൂ, ബാക്കി കുഴപ്പമില്ലല്ലോ. മണ്ടത്തരത്തിന്റെ ഫാക്ടറി ആണോ പണിതിട്ടേക്കുന്നത്? അതല്ലെന്ന്, ഈ ചൊവ്വാദോഷം ഉള്ളവള് വന്ന് കേറിയാൽ ഇവിടുത്തെ മൂത്ത കാർന്നൂര് മരിച്ചു പോകുമെന്ന്. ചാവണം. അവൻ ചത്ത് മണ്ട വളർന്ന് ഇവിടെ കൈയും കാലിൽ ഏഴണത് എന്റെ കണ്ണുണ്ട്, കാണണം എനിക്ക്. ആരാര്യ മാമിനി പറയുന്നേ? ഇവിടുത്തെ അവന്റെ പ്രമോന്റെ അച്ഛന്റെ കാര്യമല്ലേ? ദൈവമേ, ഇവിടുത്തെ മൂത്ത കാർന്നൂരെന്ന് പറയുമ്പോ ആരാ? ഞാനാ. നിങ്ങളുടെ കാര്യമായി പറഞ്ഞത്.
ഇനിയിപ്പോ എന്തോ ചെയ്യും? എന്തോ ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇവിടെ സംഭവിക്കാൻ പാടില്ലാത്തത് സംഭവിക്കരുത്. മനസ്സിലായോ? അവര് സംഗമിച്ചാൽ എന്ന് വെച്ചാ അവര് രമിച്ചാൽ മാമ മരിക്കും. അയ്യോ വലിച്ച് ആദ്യ രാത്രി കുളവാകണം. ഞാൻ കുളമാക്കും കേട്ടോ, ഒരു കാരണവശാലും അവര് സംഗമിക്കാൻ പാടില്ല. മാറ്. എടാ അളിയാ, എടാ അളിയാ തുറടാ, എടാ പ്രമോദ തുറടാ, ഇറങ്ങി വേണം ഒരു കാര്യം ചെയ്യാൻ. അയ്യോ മുണ്ട് നീ രമിച്ചാടാ, നീ രമിച്ചാ. അയ്യോ ആങ്ങളായിരുന്നോ? അയ്യോ അകത്ത് ചോറ് കഴിക്ക്. എന്റെ കൊലച്ചോറ് കണ്ടിട്ട് നിനക്ക് അടങ്ങുള്ളൂ. ഒരു നല്ലൊരു ദിവസമായിട്ട് എന്തോ എന്റെ സ്വഭാവമൊക്കെ ശരിക്കും അറിഞ്ഞൂടാ. ഇപ്പൊ നാട്ടിന് വേണമെന്ന് അറിയാമോ? ഇവളെ കുറിച്ച് മോശമാണ് പറയണത്. ചാടും പോലെ മാമൻ എന്താണ് പ്രശ്നം? ജോത്സ്യം പറഞ്ഞെന്താണെന്നറിയാമോ? ഇവൾക്ക് ചൊവ്വാദോഷം മാത്രമല്ല, ഇവള് ഈ വീട്ടിൽ ജീവിച്ചു കഴിഞ്ഞാ ഈ വീട്ടിലെ മൂത്ത കാരണവര് മരിക്കുന്നു ജോത്സ്യം പറഞ്ഞ്. ഞാൻ ജോത്സ്യം പറഞ്ഞു? ആര് പറഞ്ഞു? അവൻ പറഞ്ഞു തോട്ടേക്കുന്നത്. ആര്? നിനക്ക് എന്താ വൈകുന്നേരം തൊട്ട് എന്നെ എന്റെ മോനെ എന്റെ മരുമോനെ കാണുമ്പോ ചൊറിച്ചില്ല? നീ നോക്കിക്കോ പൊന്നുമോനെ, എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കിൽ ഈ രണ്ടുപേരുടെ ആദ്യ രാത്രി ഘോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഇവിടെ ആദ്യ രാത്രി ഘോഷിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ആദ്യ രാത്രിയാണ് വിഷയം. അതെ, അത് ആഘോഷിക്കാൻ സമ്മതിക്കൂല. പിന്നെ ആദ്യ രാത്രി ഘോഷിച്ചാൽ പിന്നെ ജീവിതം മുഴുവൻ കുളം തോണ്ടി പോവല്ലേ. നീ അവളെ വിളിച്ചകത്ത് പോകും. വിഷയം എന്താണ്? ഇവരുടെ ആദ്യ രാത്രി ഞാൻ നടത്തത്തില്ല. എടാ അതൊക്കെ കഴിഞ്ഞടാ, എന്നേ കഴിഞ്ഞു. കൊച്ചനെ, ഇവർ 6 മാസമായിട്ട് എറണാകുളത്ത് ലിവിംഗ് ടുഗദർ ആയിട്ട് ജീവിക്കുമായിരുന്നു. പെണ്ണിപ്പൊ 3 മാസം ഗർഭിണിയാ. അതുകൊണ്ടല്ലേ നമ്മൾ പിടിച്ച് പെട്ടെന്ന് കെട്ടിച്ചത്. വേറെ വല്ല ജോലിക്ക് പോവാൻ നോക്കണേ. അളിയാ മഞ്ഞ് കൊള്ളാതെ പറഞ്ഞെങ്കിൽ വന്ന് കയറി കിടക്കാൻ നോക്കും. 3 മാസമായിട്ട് ഒന്നും അറിയാൻ മേലത്തെ വേട്ടാവിളി എനിക്കിട്ട് പേശ പണിതല്ലോടാ. അതെ, അപ്പൊ സംഭവം പൊളിഞ്ഞില്ലേ? അപ്പൊ ഇത്രയും പൊളിഞ്ഞ സ്ഥിതിക്ക് ഒരു ഐഡിയ എന്താ? എന്നെ ഒന്ന് വീട്ടിൽ കൊണ്ടാക്കാൻ പറ്റുമോ? എന്നാത്തിന്? ഈ രാത്രി എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാ. മാസ്റ്റേഴ്സ്, അപ്പൊ ഇന്നത്തെ ലക്കി ഡേ ഇവിടെ തീരുകയാണ്. ലക്കി ഡേ ഇനിയും തുടരും. അതിനാ പക്ഷെ ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. ഒരു കാര്യം നമ്മൾ തുടക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തോ ഒരു സംഭവം. രണ്ടുപേരുടെ ഡാൻസ് മറന്നോ? ബാലചേട്ടൻ മറന്നിരിക്കുകയാണ്. മറന്നുപോയി. അതെ, അപ്പൊ ഡാൻസ് വേണ്ടെന്ന് ആണോ ബാല? ഓ മൈ ഗോഡ്, ഞങ്ങൾ മറക്കൂല ഡാൻസ്. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. புதுவெள்ளை மழை இங்கு பொழிகின்றது, இந்த கொள்ளை நிலா உடல் நனைகின்றது, இங்கு சொல்லாத இடம் கூட குளிர்கின்றது, மனம் சூடான இடம் தேடி அலைகின்றது. അടിപൊളി. അപ്പൊ എന്തായാലും ഇത് ഗംഭീര പെർഫോമൻസ് ആയിട്ട് ഞങ്ങൾ ഇന്നത്തെ ഷോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ശരിക്കും പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ലക്കി ഡേ ആണ്. ഓക്കെ, നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഇനി വരും ദിവസങ്ങളൊക്കെ നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് നിറയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ബൈ പറഞ്ഞാലോ? ബൈ ഇല്ല, തിരിച്ചു വരും. ഓക്കെ, ബൈ. Costume courtesy for Nadir Shah, London Classic Casual Shirts. Costume courtesy for Guinness Pakru, Max. Costume courtesy for Elena, Ladies Planet. Jewelry courtesy for Elena, Ladies Planet Rental Jewelry.